വിക്രമിന്റെ മുത്തുന്റെയും മറ്റൊരു ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുത്തു, ഇന്ന് എന്താണ് പരിപാടി? ഇന്ന് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നമ്മൾ കണ്ടിട്ട് കുറെ കാലമായിട്ടോ. അതെ, നമ്മളിപ്പോ വീഡിയോസ് ഒന്നും തീരെ ഇടലില്ല. അതെ, അതിന് ചില കാരണങ്ങളുണ്ട്. അതെ, ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. റോഡ് ട്രിപ്പ് ടു ഫ്രം കൊച്ചി ടു തമിഴ്നാട്. യെസ്, തമിഴ്നാട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ദിവസം ട്രിപ്പാ? നമ്മളൊരു 4 ദിവസം 4-5 ദിവസമാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ് ഉള്ളത്. ഇത് അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് അല്ല. നമ്മളിങ്ങനെ നിർത്തി ചോദിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ്. ആരെങ്കിലും പോകുന്നത്? അപ്പോ മുത്തു, പിന്നെ നമ്മുടെ സ്ഥിരം ജിത്തു, രാജേഷ് ഡോക്ടർ, അങ്ങനെ ഞങ്ങൾ അതെ. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടി ഒരു കാറില് 29 രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിന്റെ പല സ്ഥലങ്ങളും കണക്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 2-ാം തീയതി തിരിച്ചു വരും. അപ്പൊ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസോ നിങ്ങളുടെ സജഷൻസോ അവിടെ വല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ മിസ് ചെയ്യാറുണ്ടോ, ഇൻക്ലൂഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതെന്ന് പറ. അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ റൂട്ട് മാറ്റാം. പിന്നെ ഈ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ദയവായി നമ്മളെ സഹായിക്കും. ഓക്കെ. അപ്പൊ നമ്മളെ കൊച്ചിന്ന് നേരെ നമ്മൾ പോകുന്നത് ട്രിച്ചിയാണ്. ട്രിച്ചിയുടെ മറ്റൊരു പേര് തിരുച്ചിറപ്പള്ളി. ട്രിച്ചിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കൊച്ചിന്ന് ട്രിച്ചി ഏകദേശം ഒരു 400 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഏകദേശം ഒരു 8-9 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 മണിക്ക് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. 29-ാം തീയതി ഒരു 5 മണിക്ക് കൊച്ചിയിൽ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങും. നേരെ ട്രിച്ചിയിൽ പോവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മണിയോട് കൂടി ട്രിച്ചി എത്തുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കൺസൾട്ട് ചെയ്ത് പല ഹോംവർക്കുകൾ ചെയ്തിട്ടാണ് ഇത്രയും എത്തിച്ചേരുന്നത്. അല്ല, അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ടോ. ആക്ച്വലി ഞങ്ങള് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഗോവയ്ക്കായിരുന്നു. ഒരു സ്പിരിറ്റുമായി ബന്ധപ്പെട്ട ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അതെ, അതാണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ നമ്മളിപ്പോ ട്രിച്ചിയില് മറ്റേ തമിഴ്നാട്ടിലുള്ള പുരാതനമായ അമ്പലങ്ങളെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു റൗണ്ട് അടിച്ച് വരാതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ട്രിപ്പ് സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പല ട്രിപ്പുകളും പ്ലാൻ ചെയ്യും. അതെ, തമിഴ്നാട്ടിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരുപാട് അമ്പലങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലുണ്ട്. ഇത് കേരളത്തിന് തൊട്ടടുത്താണല്ലോ തമിഴ്നാട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി വരാവുന്നതും റോഡുകൾ നല്ലതുമായ ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അതെ, അപ്പൊ നമുക്ക് ട്രിപ്പ് പറയാം. അപ്പൊ നമ്മൾ കൊച്ചി ടു ട്രിച്ചി നമ്മൾ 29-ാം തീയതി രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങുന്നു. ഒരു 2 മണിയോട് കൂടി നമ്മൾ ട്രിച്ചിയിലെത്തുന്നു. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നു. ട്രിച്ചി അവിടെ വഴി പറയാം. കോയമ്പത്തൂർ, കാങ്കയം, കരൂർ, ട്രിച്ചി. അതാണല്ലോ എന്നാണ് വിചാരിക്കുന്നത്. സേലം ടച്ച് ചെയ്യാതെ നമ്മൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അമ്പലങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ട്രിപ്പാണ്. അപ്പൊ ട്രിച്ചിയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീരംഗം ടെമ്പിൾ. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ 2 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ദർശന സമയങ്ങൾ 1:15 മുതൽ 6 മണി വരെ, 6:45 മുതൽ 9 മണി വരെ, അങ്ങനെയാണ് അതിന്റെ ടൈമിങ്. അപ്പൊ നമ്മൾ 2 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഹോട്ടലിൽ ഒരു 8 മണിക്കൂർ ട്രാവലിംഗ് കഴിഞ്ഞ് ചെന്നാലേ നമ്മൾ അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു 5:30-6 മണിക്ക് ആകുമ്പോൾ നമ്മൾ പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോകുന്നു. ശ്രീരംഗം ടെമ്പിൾ വളരെ പുരാതനമായ ഒരു ടെമ്പിൾ ആണ്. അതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് കാണിക്കാം. യെസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു 5 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളൊരു 9 മണി വരെ അത്രയും കാണാനുണ്ട് അവിടെ. ഗോപുരങ്ങള് പല സ്ഥലങ്ങളുണ്ട്. അതെ, വേൾഡ് ടോളസ്റ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതിന്റെ ഒരു അതെ, അത് നമ്മൾ അതിന്റെ ചരിത്രം പറയാം ആ സമയത്ത്. സന്തോഷ് ജോർജ് കൊളങ്ങര ലൈനിലാണ് പ്രതീക്ഷിക്കുന്നത്. എന്താവും എന്നുള്ളത് അറിയില്ല. അത് നിങ്ങൾ പറയും. ഏത് കൊളായോ കൊളങ്ങരയായോ എന്നുള്ളത് നിങ്ങൾ പറയും. യെസ്. അപ്പൊ നമ്മള് നേരെ ഈ ശ്രീരംഗം ടെമ്പിള് നമ്മൾ അന്ന് രാത്രി കാണുന്നു. അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തുന്നു. അന്ന് അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ ട്രിച്ചിയിൽ തന്നെ വേറൊരു ഉച്ചിപ്പിള്ളയാർ കോവിൽ
അങ്ങനെ ഒരു അമ്പലം ഉണ്ട് അവിടെ. ഗണപതിന്റെ ഗണപതി അവിടെ പ്രതിഷ്ഠ എന്താണെന്ന് എനിക്കറിയില്ല. ഗണപതി പിള്ളയാർ എന്ന് പറഞ്ഞാൽ പിള്ളയാർ. ഓക്കെ, ആ ശരിയാണല്ലോ അല്ലെ, പിള്ളയാർ. ഉച്ചിപ്പിള്ളി എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള ഉച്ചി എന്ന് വെച്ചാൽ ഉയരം, ആ കൺസെപ്റ്റ്. ഓക്കെ, അതൊരു വലിയൊരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി ആ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രിച്ചി സിറ്റി മൊത്തം കാണാമെന്നാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ നമുക്ക് ഈ ഉച്ചിപ്പിള്ളയാർ ടെമ്പിൾ അത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് 30-ാം തീയതി ഏർലി മോർണിംഗ് നമ്മൾ നേരെ ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിൽ പോകുന്നു. ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിന്റെ ടൈമിംഗ് 6 AM to 12 PM ആണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വേറെ ടൈമിംഗ് ഉണ്ട്. ആ 6 AM to 12 PM നമുക്ക് ദർശനം കിട്ടണം. മല കയറി പോണം. അതെ, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഒരു 12 മണിക്കുള്ളിൽ, ഒരു 10-10:30-ക്കുള്ളിൽ നമുക്ക് ആ അമ്പലത്തിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചിപ്പിള്ളയാർ ടെമ്പിളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മൾ ട്രിച്ചിയിൽ നിന്ന് ഇറങ്ങുന്നു. തിരിച്ച് നേരെ ഹോട്ടലിൽ വന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നു. ഓക്കെ, 30-ാം തീയതി വൈകുന്നേരം, 30-ാം തീയതി ഉച്ചയ്ക്ക് ആയിട്ടുള്ളൂ, ഉച്ച വരെ ആയിട്ടുള്ളൂ. 30-ാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. ട്രിച്ചി ടു തഞ്ചാവൂർ ഏകദേശം ഒരു 60 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഒരു 1.25 മണിക്കൂർ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രിച്ചി ടു തഞ്ചാവൂർ ഡയറക്റ്റ് പോവാതെ ഒരു ചെറിയ ഡൈവേർഷൻ എടുത്ത് അവിടെ ഒരു കല്ലനയാർ ഡാം, ഒരു 2000 വർഷമൊക്കെ പഴക്കമുള്ള എന്നാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് രാജാക്കന്മാരോ പണിതിട്ടുള്ള ഒരു ഡാമാണ്. ഇപ്പോഴും ഫങ്ഷനുള്ള ഒരു ഡാമാണ്, ഒരു ചെറിയ ഡാമാണ്. അപ്പൊ നമ്മൾ ആ ഡാം ഒന്ന് കയറി കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാലും കണ്ട വഴി പോയതുകൊണ്ട് നമ്മൾ ട്രിച്ചി ടു തഞ്ചാവൂർ ഒരു ഡൈവേർഷൻ എടുത്ത് കല്ലനയാർ ഡാമും കൂടി കണ്ടതിന് ശേഷം നമ്മൾ തഞ്ചാവൂരിലോട്ടാണ് പോകുന്നത്. കല്ലനയാർ ഡാമില് മനസ്സിലാക്കിയിടത്തോളം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവിടെ ചെറിയൊരു പാർക്ക്, അപ്പൊ അതിന്റെ പഴക്കത്തിനാണ് പ്രാധാന്യം. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ എത്തുന്നു. തഞ്ചാവൂര് ട്രിച്ചി ടു തഞ്ചാവൂർ ഞാൻ പറഞ്ഞല്ലോ 60 കിലോമീറ്റർ, 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. 2 മണിക്കൂർ കൂട്ടിക്കോ. നമ്മൾ ട്രിച്ചിയിൽ നിന്ന് ഒരു 10-11 മണിക്ക് ഇറങ്ങിയാൽ ഒരു 2 മണിയോട് കൂടിയിട്ടൊക്കെ മാക്സിമം ഈ കല്ലനാറൊക്കെ കണ്ട് 2-3 മണിയോട് കൂടി തഞ്ചാവൂർ എത്തും. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ റൂം എടുക്കുന്നു, തഞ്ചാവൂർ ചെക്ക് ഇൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ അടുത്ത ഒരു അട്രാക്ഷൻ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം തഞ്ചാവൂർ ടെമ്പിൾ ആണ്. തഞ്ചാവൂർ ടെമ്പിളിന്റെ ദർശനം ടൈം ആഫ്റ്റർനൂൺ 4 PM to 8:30 PM ആണ്, ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ നമ്മൾ ഏകദേശം 2 മണിക്കൊക്കെ തഞ്ചാവൂർ എത്തും. കല്ലനയാർ കണ്ട് ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷ് ആയി ഒരു 4-4:30 അല്ലെങ്കിൽ 4 മണിക്ക് ആണെങ്കിൽ സമയമുണ്ട്. അതെ, നമ്മൾ നേരെ തഞ്ചാവൂർ ടെമ്പിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 8:30 വരെ അവിടെ ദർശനമുണ്ട്. നമുക്കപ്പോൾ പതുക്കെ നിന്ന് തഞ്ചാവൂർ ടെമ്പിൾ, അതും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യുന്നു. എന്നിട്ട് അമ്പലം വേണമെങ്കിൽ നമുക്ക് സിറ്റിയിൽ എനിക്ക് സമയം ഉണ്ടോ അറിയില്ല, നോക്കാം, കാണുന്നു, ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് അന്ന് രാത്രി നമ്മൾ തഞ്ചാവൂർ സ്റ്റേ ചെയ്യുന്നു. അന്ന് രാത്രി അപ്പോൾ അന്നത്തെ രാത്രി തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ 30-ാം തീയതി രാത്രി, 30-ാം തീയതി ആയിട്ടുള്ളൂ. അതെ, സെക്കൻഡ് ഡേ നൈറ്റ് നമ്മൾ തഞ്ചാവൂർ സ്റ്റേ ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ 31 നമ്മൾ തഞ്ചാവൂരിട്ട് പോകുന്നത് ചിദംബരം. അതായത് ഡാൻസിങ് നടരാജനൊക്കെ ഉള്ള ഒരേ ഒരു അമ്പലമാണെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഈ തഞ്ചാവൂർ ടു ചിദംബരം 110 കിലോമീറ്റർ ആണ് ഉള്ളത്. ഒരു 2 മണിക്കൂർ ട്രാവലിംഗ് കാണിക്കുന്നുണ്ട്, 2-2.5 മണിക്കൂർ. അപ്പൊ 110 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2.5 മണിക്കൂറോട് നമ്മൾ എത്തുമ്പോൾ തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും പിറ്റേ ദിവസം. അതായത് 31-ാം തീയതി രാവിലെ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5-6 ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 8-8:30 കൂടി ചിദംബരത്തെത്തും. ഓക്കെ, അന്നത്തെ ദിവസം രാവിലെ തന്നെ നമുക്ക് നമ്മളെന്താ വെച്ചാൽ ചിദംബരമാണ് നമ്മുടെ ഒരു ഡേ ആണ് നമ്മുടെ ഒരു ചെറിയ ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടുള്ളത്. രാവിലെ ഇത് കഴിയണം, പിന്നെ അവിടെ നിന്ന് ഇറങ്ങണം. അതെ, അപ്പൊ നമ്മൾ തഞ്ചാവൂരിൽ നിന്നും ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 8-9 മണിയോട് കൂടി നമ്മൾ ചിദംബരത്തെത്തും. ചിദംബരം അമ്പലത്തിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 12 മണി വരെയാണ്, 6 AM to 12 PM. അപ്പൊ നമ്മളൊരു 9 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ റൂമും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മൾ നേരെ അമ്പലത്തിൽ പോകുന്നു. അവിടുത്തെ ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 12 മണിയോട് കൂടി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു ചിദംബരം. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നത് ചിദംബരം എനിക്ക് അറിയില്ല അത്ര വലിയ സിറ്റി അവിടെ ഈ ഫേമസ് ഈ അമ്പലം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 12 മണിക്ക് ചിദംബരം അമ്പലത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചിദംബരം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് മധുരൈ. ഓക്കെ, അത് മധുരൈ എന്നായിരിക്കും നമ്മള്
അല്ല 31-ാം തീയതി രാത്രി രാത്രി അതായത് 31 ഉച്ചയായിട്ടുള്ളൂ ഇപ്പോ. മനസ്സിലായി. 31 ഉച്ചയ്ക്കാണ് നമ്മൾ ഈ ചിദംബരത്തു നിന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ചിദംബരം ടു മധുരൈ 300 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 5.5 മണിക്കൂർ ട്രാവലിംഗ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുള്ള ലെഗിൽ ഏറ്റവും ലെങ്ത് ഉള്ള വൺ സ്ട്രെച്ചിലുള്ള ലെങ്ത് കൊച്ചി ടു ട്രിച്ചി ഒരു 400 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ അടുത്തൊരു ലെങ്തി റൂട്ട് ചിദംബരം ടു മധുരൈ 300 കിലോമീറ്റർ ആണ്. അത് ഏകദേശം 5.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഒരു 1 മണിക്ക് ഇറങ്ങി എന്ന് വിചാരിക്കുക. ഒരു 6 മണി 7 മണി ഇനി പിന്നെ അവിടെ എനിക്ക് തോന്നുന്നത് ഈ ന്യൂ ഇയറിന്റെ ഒക്കെ ഉണ്ടാവുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഡീലേ ഉണ്ടാവും. 8 മണിക്ക് നമ്മൾ എത്താൻ സാധ്യതയുണ്ട്. നമ്മൾ മധുരൈ രാത്രി 8 മണിക്ക് എത്തും. അതായത് 31 രാത്രി 8 മണിക്ക് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ റൂം എടുക്കുന്നു, മധുരയിൽ സ്റ്റേ ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു. കാരണം ഇത് ഭയങ്കര യാത്രയിൽ നടക്കില്ല. അന്ന് രാത്രി നമ്മൾ അവിടെ സെറ്റ് ആവുകയാണ്. അതിനുശേഷം 1-ാം തീയതി ന്യൂ ഇയർ. യെസ്, ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി മധുര മീനാക്ഷി അമ്പലത്തിൽ പോയി വിശദമായി തൊഴുത് മധുര മീനാക്ഷി അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി 2025 സെറ്റ് ആവാൻ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. 2024 1-ാം തീയതി അതായത് രാത്രി 31 ടു രാത്രി ആ സമയത്ത് നമ്മൾ കണ്ടത് കാശി വിശ്വനാഥ ടെമ്പിളിലായിരുന്നു. ലാസ്റ്റ് ഇയർ 23 നൈറ്റ് ടു 24. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാശി പോയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഗുണം നമ്മുടെ 24 ഉണ്ടായിരുന്നു കേട്ടോ. അത് വെറുതെ പറയല്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും മാത്രമല്ല പടിപടിയായിട്ടുള്ള കയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത് പ്ലാൻ ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതങ്ങനെ വന്ന് ഭവിക്കുന്നതാണല്ലോ. ഗോവയിൽ പോയി ഞങ്ങളെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ ആരോ ഉണ്ട്, അല്ലാണ്ട് വെറുതെ ഒന്നും കളി നടക്കൂല. ഗോവയ്ക്ക് ഞങ്ങൾ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്താണ്. ലാസ്റ്റ് മിനിറ്റാണ് ആ സാധനം ക്യാൻസൽ ആയത്. അങ്ങനെ നമ്മൾ 1-ാം തീയതി രാവിലെ മധുര മീനാക്ഷി അമ്പലത്തില് പോകുന്നു. മധുര മീനാക്ഷി തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല തിരക്കായിരിക്കും. കാരണം തമിഴ്നാട്ടില് ജനുവരി 1 ലീവാണ്, ഹോളിഡേ ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കുണ്ട്. പിന്നെ അതെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ടാവും. നമ്മൾ ക്യൂലൊക്കെ കുറച്ച് നിൽക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു ഉച്ച ആവുമായിരിക്കും അവിടെ നിന്ന് കഴിച്ചിലാവാനായിട്ട്. അവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞാലോ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തും മറ്റേ സ്പീഡിൽ കയറാവുന്ന സ്ഥലങ്ങള് ടിക്കറ്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ VIP എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയൂ. അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തങ്ങ്. അങ്ങനെ നമ്മൾ മധുര മീനാക്ഷി ഒരു 11 മണി 12 മണിക്കുള്ളിൽ തീരുമാനിക്കുന്നു വിചാരിക്കാം, തിരക്കനുസരിച്ച്. ഫസ്റ്റ് ഹാഫ് അവിടെ. അതെ, അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ 1-2 ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കുറച്ച് ലോക്കൽ അട്രാക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭക്ഷണത്തിന്റെ പരിപാടികളൊക്കെ, കുറച്ച് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. മധുരൈ സിറ്റി ഒന്ന് കറങ്ങാം. അത് അത്യാവശ്യം വലിയ സിറ്റി ആണെന്നാണ് എന്റെ ഒരു ഊഹം. വലിയ സിറ്റിയാണ്, തിരക്കുള്ള സിറ്റിയാണ്. അപ്പൊ നമുക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം മധുരയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. മധുര വീരന്മാർ അന്നത്തെ ദിവസം. അതെ, അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം വേറൊന്നുമല്ല, നമ്മൾ നൈറ്റ് ഡ്രൈവ് ഉദ്ദേശിച്ചില്ല. രാത്രി നമ്മൾ ഡ്രൈവിംഗ് ഇല്ല. ഓക്കെ, അതെ. അപ്പൊ നമ്മൾ 1-ാം തീയതി 31 രാത്രി 1-ാം തീയതി രാത്രി 2 ദിവസം നമ്മൾ മധുരയിലായിരിക്കും. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ മധുര എല്ലാം കറങ്ങി തിരിഞ്ഞ് രാത്രി അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 2-ാം തീയതി രാവിലെ നമ്മൾക്ക് എപ്പോ വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അതായത് മധുരൈ ടു കൊച്ചി 7.5 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം. 278 കിലോമീറ്റർ, 300 പിടിച്ചോ. അപ്പോൾ അതെ, അത് നമ്മളൊരു 10 മണിക്ക് ഇറങ്ങിയാൽ നമുക്ക് അവിടെ ഇതൊന്നുമില്ല, ഓടിപ്പിടിച്ച് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പതുക്കെ നമ്മൾ മധുരയിൽ നിന്ന് കൊച്ചിയിലോട്ട് എത്തുന്നു. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പില് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ഡീവിയേഷൻസ് എടുക്കാനുണ്ടോ, അല്ലെങ്കിൽ ഈ വരുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? കാരണം ഇതിപ്പോ ഓൾറെഡി ടൈറ്റ് ഷെഡ്യൂൾ ആണ്. നമ്മൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും റൂട്ടിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ സ്ഥലങ്ങൾ വല്ലതും കാണാനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ വെച്ചോണ്ട് ഓർത്തിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ പറയാ. അതാണ് ഈ വീഡിയോന്റെ ഉദ്ദേശം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ റോഡ് ട്രിപ്പാണ്. ഈ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് 4-5 ദിവസമാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വണ്ടിയിൽ ഇരുന്നിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനി യാത്രയിൽ ക്യാരി ചെയ്യേണ്ട എന്തെങ്കിലും
എമർജൻസി സാധനങ്ങൾ ഉണ്ടോ അത് പറയണം. നമ്മളിപ്പോ പോകുന്ന വണ്ടി രാജേഷ് ഡോക്ടറിന്റെ ഫോർച്യൂണർ ആണ്. അതെ. അപ്പോ 4 പേരുണ്ട്. അപ്പൊ നമ്മള് കണ്ടൊക്കെ കൊണ്ടുപോകണ വെള്ളം നമ്മള് ഇപ്പൊ കൊണ്ടു ഉദ്ദേശിച്ചിരിക്കുന്നത് വെള്ളം കുടിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള നോർമൽ തിങ്ങുകൾ വിടാം. ഞാൻ മറ്റേ സാധനം എടുത്ത് കാണിച്ചു തരാം. പുള്ളി എന്തോ പോള വഴിക്ക് പുള്ളിക്ക് റോഡ് സൈഡിൽ ഇരുന്നിട്ട് മറ്റേ ഓംപ്ലേറ്റ് ഉണ്ടാക്കണം. അതിലെന്തോ ഒരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് താഴെ പിടിച്ചോണ്ട് വരും, മാഗി ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ ഐറ്റം, പോർട്ടബിൾ സ്റ്റവ്. നിങ്ങൾ ഇത്ര ചെറുതെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആമസോണില് ചിത്രം കാണുമ്പോ വലിയ സംഭവമായിട്ടൊക്കെ കാണാറുണ്ട്, പക്ഷെ ചെറുതാണ്. വിത്ത് ഗ്യാസ്. ഇത് നമ്മള് ആമസോണിൽ പിന്നെ സൈഡിൽ നിന്ന് ഇവിടെ കൊടുക്കും. അപ്പൊ അത്യാവശ്യത്തിന് ഒരു ഓംലെറ്റ് അടിക്കാനോ മാഗി ഉണ്ടാക്കാനോ, പിന്നെ ചായ തിളപ്പിക്കാം, മാഗി ഉണ്ടാക്കാം. അതിനൊക്കെ പറ്റിയൊരു സാധനം. ഞങ്ങളിത് മറ്റ് യൂട്യൂബ് ചാനലുകളിലൊന്നും കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. ഇത് ഞാനിതല്ല, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇത് ആൾക്കാർ കൊണ്ടു നടക്കുന്നത്. ഈ സാധനം എത്ര വേണേൽ മേടിക്കാൻ കിട്ടും. ഇത് ഓൺലൈനിൽ തന്നെ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഒരുമിച്ചാണ് കിട്ടിയത്. ഇത് കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് വെള്ളം കൊണ്ടുപോകണം, ബാക്കിയൊക്കെ നോർമൽ ട്രാവലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ. ഈ യാത്രയുടെ സക്സസ് അനുസരിച്ചിരിക്കും നമ്മൾ റോഡ് ട്രിപ്പുകൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഇനി പറഞ്ഞ പോലെ ഇത് നമ്മൾ പോകുന്ന വണ്ടി ഫോർച്യൂണർ ആണ്, കുറച്ച് വലിയ വണ്ടിയാണ്. കാര്യം തമിഴ്നാട്ടിലായതുകൊണ്ട് റോഡുകളൊക്കെ നല്ല റോഡുകളായിരിക്കും. കോയമ്പത്തൂർ കഴിഞ്ഞ പിന്നെ കോയമ്പത്തൂർ കടന്ന പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ടോളുണ്ട് കുറെ, എന്നാലും കുഴപ്പമില്ല. അത് പിന്നെ ഈ ചില ടിവിയിലൊക്കെ നമ്മളിങ്ങനെ സേഫ്റ്റി രാത്രി ഓടിക്കുമ്പോ മുട്ട എറിഞ്ഞു പറഞ്ഞ് ഇങ്ങനെ കേൾക്കാറൊക്കെ ഉണ്ട്. അതിന് ഞങ്ങൾ കുറച്ച് മുട്ട ഞങ്ങള് കൈപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിയണവർ തിരിച്ചറിയാൻ. അങ്ങനെ പറ്റില്ല, ഞങ്ങൾ ആരെങ്കിലും മുട്ട എറിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾ തിരിച്ചറിയും. ഒരു മുട്ടയ്ക്ക് 2 വെച്ച് ഞങ്ങൾ അറിയും. ബാക്കി വന്ന മുട്ട ഞങ്ങൾ ഇതിൽ പോയി. അതുകൊണ്ട് മുട്ട എറിഞ്ഞ് ഞങ്ങളെ തോൽപ്പിക്കാൻ ആരും വിചാരിക്കില്ല. അങ്ങനെ ഒരു പ്ലാനിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കൂ. പിന്നെ നമ്മള് എല്ലാ ഇതിന്റെയും ഒരു വീഡിയോ നമ്മളൊരു വ്ളോഗായിട്ട് പറ്റുവാണെങ്കിൽ നമ്മള് ഡെയിലിയോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴോ നമ്മള് കമ്പ്യൂട്ടറും പരിപാടികളൊക്കെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട്, ലൈവല്ല, പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ. കാരണം ഇത് നമ്മളൊരു ഡോക്യുമെന്റ് ചെയ്യണതിന്റെ ഭാഗമായിട്ടാണോ? കാരണം നമ്മളെല്ലാ വീഡിയോയും പോലെ അത്രേ ഉള്ളൂ. ഈ കാരണം പ്രത്യേകിച്ച് ശ്രീരംഗം ടെമ്പിൾ, ഈ തഞ്ചാവൂർ, ചിദംബരം, മധുരൈ എന്നൊക്കെ പറയുന്നത് അത്രയും ചരിത്ര പ്രാധാന്യമുള്ള, നമ്മളെല്ലാവരും എന്താ പറയാ, ഈ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കൾ കാണാൻ വിദേശങ്ങളിൽ പോകുന്നു. പിരമിഡ് കാണാനായിട്ട് ആൾക്കാർ അവിടെ പോകുന്നു, ഈജിപ്തിൽ പോകുന്നു. പിരമിഡിനേക്കാൾ എന്താ പറയാ അത്രയും പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ടി വി വെച്ചപ്പോ കണ്ടു, തമിഴ്നാട്ടില് ആ വെള്ളത്തില് തൊട്ടപ്പുറത്ത് കടലില് അടിയില് 15,000 വർഷം പഴക്കമുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റി കണ്ടുപിടിച്ചു ന്യൂസില്. അപ്പോ തമിഴ്നാട് മാത്രമല്ല, കേരളം, ഈ ദ്രാവിഡ എന്താണ് പറയുന്നത്, നമ്മുടെ സൗത്തില് തന്നെ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് ഇനി അറിയാത്ത. അപ്പൊ ഇതായത് തുടക്കമാവട്ടെ. അതെ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മള് ഇന്ത്യ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മള് പരമാവധി വിഷ്വൽസ് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും നല്ല ഈ ഫുഡ്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഫുഡുകൾ ഉണ്ടെങ്കിൽ, നമ്മളെന്തായാലും സ്ട്രീറ്റ് ഫുഡ് അധികം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല. യാത്രയിൽ എന്തെങ്കിലും തരത്തില് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ ട്രിപ്പിന്റെ മൂടങ്ങ് പോകും. അത് ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ മതി, മൊത്തം ട്രിപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ 4 ആൾ ഹെൽത്തി ആയിട്ടിരിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള മരുന്നും സാമഗ്രികളും രാജേഷ് ഡോക്ടർ കൊണ്ടുവരുമായിരിക്കും. പുള്ളിയുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഫസ്റ്റ് എയ്ഡ് എന്തായാലും പുള്ളിനെ കൊണ്ട് ചെയ്യിക്കാം. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ളൂ. വിശപ്പിന്റെ അസുഖമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വിശപ്പിന്റെ അസുഖം തുടങ്ങുന്ന സമയത്ത് ഏത് ഫുഡ് കിട്ടുന്നതാണ് അറിയാത്തത്. അതിന് ഞാൻ മുട്ട പൊരിക്കാൻ ഇതാണ് മാഗി നൂഡിൽസ്, മുട്ട ബ്രെഡ്, മാഗി നൂഡിൽസ്, ഇത് 3 ഇതിലും നടക്കും. അപ്പൊ അതാണ് സംഭവം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ ഇനി നിങ്ങളിലാണ്, നിങ്ങൾ കമന്റ് പറയാ, എല്ലാ സജഷൻസും അറിയിക്കുക. 29, അതായത് ഇന്ന് 25ആണ്, ഇനി 3-4 ദിവസങ്ങളും കൂടി ഉള്ളൂ. ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ തിരിക്കുന്നത്. 2-ാം തീയതി തിരിച്ചെത്തും. അപ്പോ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ടു എവരിബഡി. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.